അപ്പോൾ ഇനി നമുക്കൊരു ലിപ് ഗ്ലോസും ലിപ് ലൈനറും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും കാണാം. അതിന് കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. ഇത്രയാണ് ഞാൻ ലിപ് ലൈനർ നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ലിപ് ഗ്ലോസ് കൂടെ ഇടുമ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്ന പോലെ ലിപ് ഗ്ലോസ് ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ഭയങ്കര ലുക്കായിരിക്കും. പതിവില്ലാതെ എന്നോട് ഒരാൾ ചോദിച്ചു ഏതാ ബ്ലഷ് ഇട്ടേക്കുന്നതെന്ന്. ഞാൻ ഇട്ടേക്കുന്ന ബ്ലഷ് അല്ല, അതൊരു ലിപ്സ്റ്റിക്കാണ്. മെബിലിൻ്റെ ഡ്രൈഡ് റോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് അറൗണ്ട് 197 സംതിങ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിപ് ഗ്ലോസ് 217 സംതിങ് ആണ്. ഇത് രണ്ടും ഒന്ന് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്, ഒന്ന് മാസിൻ്റെ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് കിട്ടും. ഈ മാസിൻ്റെ ട്യൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്ന ഷെയ്ഡായിരുന്നു ആദ്യത്തെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ജസ്റ്റ് കയ്യിലൊന്ന് സ്വാപ്പ് ചെയ്ത് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ എത്രയേ ഉള്ളൂ, ഇങ്ങനെ കുറച്ച് കൈവച്ച് തന്നെ കൊടുക്കും. പക്ഷെ ഒരു കാര്യം, നമ്മൾ കുറേ നേരം വെയിലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒലിച്ചിറങ്ങുന്ന പോലെ തോന്നും. പിന്നെ പൗഡറൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ, കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സ്റ്റേ ആയിരിക്കും. ഞാൻ കോമ്പാക്റ്റ് ഒന്നും ഉപയോഗിക്കത്തില്ല. ഞാൻ ജസ്റ്റ് ഇതിടും, ലിപ്സ്റ്റിക് ഇടും, ഐലൈനർ ഇടും. അതാണ് എൻ്റെ എവറിഡേ മേക്കപ്പ്. അപ്പോൾ ബൈ. പോലെ ഒരു കാര്യം കൂടെ, എനിക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് അയച്ചു തരാനുള്ള അറിവില്ല. സോ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് സൈറ്റുകൾ കമ്പയർ ചെയ്ത് മേടിച്ചോളൂ. അപ്പോൾ ബൈ.